ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ആസൂത്രണ സമിതി ഹാളിൽ നടന്ന യോഗത്തിൽ എംഎൽഎമാർ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ, എംപിമാരുടെയും എംഎൽഎമാരുടെയും പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ ഡിഎംഒ ഉൾപ്പെടെ നിരവധി ജില്ലാതല ഉദ്യോഗസ്ഥരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും സർക്കാർ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഈ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ടി.പി. അഷ്റഫ് അലി എംഎൽഎ അവതരിപ്പിച്ച പ്രമേയം യോഗം അംഗീകരിച്ചു. ദേശീയപാതയിലെ അശാസ്ത്രീയ ഡ്രെയിനേജ് സംവിധാനത്തെ തുടർന്ന് മഴവെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന പ്രശ്നം എംഎൽഎമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, ടി.വി. ഇബ്രാഹിം, കുറുക്കോളി മൊയ്തീൻ എന്നിവർ ഉന്നയിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഉടൻ അടിയന്തര യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിയിൽ ഇതുവരെ 5212 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 315 റെസ്റ്റോറന്റുകൾ, 1189 ഹോട്ടലുകൾ, 481 തട്ടുകടകൾ, 881 കൂൾബാറുകൾ, 328 അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരിൽ 33% പേർ ഹെൽത്ത് കാർഡ് എടുത്തിട്ടില്ലെന്ന് കണ്ടെത്തിയതായും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡിഎംഒ വ്യക്തമാക്കി. സ്കൂളിലെയും അങ്കണവാടികളിലെയും കിണറുകൾ ആഴ്ചയിൽ 2 തവണ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഗല്ല രോഗബാധിതരായ 5 പേർ ചികിത്സയിലാണെങ്കിലും അപകടനില തരണം ചെയ്തതായി ഡിഎംഒ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിൽ 412 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകൾ പരിശോധനയും ബോധവൽക്കരണവും നടത്തിവരുന്നതായും എഎസ്പി അറിയിച്ചു. യോഗത്തിൽ വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രശ്നങ്ങളും എംഎൽഎമാർ ഉന്നയിച്ചു. കോട്ടക്കൽ കാക്കത്തോട് പാലം, കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം, ഇരുമ്പുളിയ സ്മാർട്ട് കൃഷി ഭവൻ, ദേശീയപാതയിലെ സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ അശാസ്ത്രീയ ഫുട്പാത്ത് നിർമ്മാണം, കടലുണ്ടി പാലം, ആനങ്ങാടി ടിപ്പു സുൽത്താൻ റോഡ്, മലപ്പുറം റവന്യൂ ടവർ, മുന്നിയൂർ വെളിമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് എന്നിവയുടെ പുരോഗതി വേഗത്തിലാക്കണമെന്ന് ടി.വി. ഇബ്രാഹിം എംഎൽഎ ആവശ്യപ്പെട്ടു. SSLC വിജയശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട കുറുക്കോളി മൊയ്തീൻ എംഎൽഎ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ്, KSRTC സർവീസുകൾ, +1 പ്രവേശനം, ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിച്ചു. 3ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷമേ +1 പ്രവേശനത്തിന്റെ പൂർണ്ണചിത്രം വ്യക്തമാകൂ എന്ന് ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർ അറിയിച്ചു. മൂച്ചിക്കൽ പാലം, ദേവദാർ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നും ചീരൻ കടപ്പുറം, എടക്കപ്പുറം, ചാമപ്പടി പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും PK നവാസ് എംഎൽഎ ആവശ്യപ്പെട്ടു. മഞ്ചേരി കോഴിക്കോട് KSRTC സർവീസ് ആരംഭിക്കുക, മെഡിക്കൽ കോളേജിലെ B ബ്ലോക്കിന്റെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കുക, ഫാർമസി വിഭാഗത്തിൽ നിയമനം നടത്തുക, MLA MP ഫണ്ട് പദ്ധതികൾ വേഗത്തിലാക്കുക, പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള എംഎൽഎ ഉന്നയിച്ചു. MLA MP ഫണ്ട് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും സെൻസസിന്റെ ഭാഗമായി എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനും ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.